Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഈ കഥ സിനിമയ്ക്കു വേണ്ടി പടച്ചുണ്ടാക്കിയ നുണക്കഥയാണ്. ഈ സിനിമയോ ഞങ്ങളോ ലഹരി വസ്തുക്കളുടെ ഉപഭോഗം ഒരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഷണ്ടത്വത്തിലേക്കും തുടർന്ന് അകാല മരണത്തിലേക്കും മനുഷ്യനെ നയിക്കുമെന്നത് തീർച്ച. ജാഗ്രത. വക്രതുണ്ഡമഹാകായ സൂര്യകോടിസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. ഒരു മലയാള പാട്ടിടാം. അതിനെന്താ? താരം നാട്ടിലില്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു. ഓഫ് ചെയ്തേ. ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഒരു പുതിയ ബീഡി. എല്ലാ ഡിഷും വേണം അല്ലേ? അതെ. ഞാൻ സാറിന്റെ മാറ്റർ ഒന്ന് വായിക്കാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ സാറെന്ന് പറഞ്ഞാൽ മതി. ഇടുക്കി ചെറുതോണി സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലെ 1976-79 ബാച്ചിലെ മദൻ മോഹൻ, ആന്റണി ഗോൺസാൽവസ്, KC രവി, TR രാമൻ.
ഇവരിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദയവായി താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞാൻ നിങ്ങളുടെ മൈക്കിളാണ്. ഫ്ലാറ്റ് നമ്പർ 304, ഹൊയ്സാല ഹോംസ്, കാക്കനാട്, കൊച്ചി. ഫോൺ 9499874731. സാറിൻ്റെ പഴയ ഗ്യാങ് ആയിരിക്കും അല്ലേ? അതെ. എന്തായിരുന്നു ഗ്യാങ്ങിൻ്റെ പേര്? ഈ ഗ്യാങ്ങിന് പേരില്ല. നിങ്ങളെന്തിനാണ് പള്ളിപ്പറമ്പിലെ ജാതി കട്ടുപറിച്ചത്? ഇത് ചോദിച്ചാൽ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ജാതി ചോദിക്കരുതെന്നല്ലേ അച്ചു?
തത്തമ്മേ നീ എൻ്റെ നീനും മുക്കിയ ഷട്ടിൽ തൂഴാൻ വാ. അളിയോ നമ്മ എടാ രവി, എന്താ സതു? എടാ എന്റെ ആൽബം എത്ര നാളായടാ? ലാമിനേഷൻ ഇട്ടിരിക്കുക, എല്ലാം സെറ്റാ. പറ്റിക്കല്ലേടാ. എന്താടാ സതു, നീ പോയിട്ട് വൈകുന്നേരം വാ. വൈകുന്നേരം എപ്പോ? നേരം വൈകിട്ട് പോയിട്ട് വാടാ. എല്ലാം റെഡിയാ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഫൈനൽ കൗൺസിലിംഗ്. രണ്ടുപേരും പിരിഞ്ഞേ പറ്റുന്ന നിലപാടിൽ തന്നെയാണ്? അതെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. വിശ്വാസം അതല്ലേ എല്ലാം. ആ പരസ്യമൊക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങൾക്കതില്ല. 22 വർഷം എടുത്തു ഇങ്ങനെ തോന്നാൻ. നിങ്ങള് പരസ്പരം മനസ്സിലാക്കിയവരല്ലേ? മനസ്സിലായി വിചാരിച്ചു ആദ്യത്തെ 10 വർഷം. പിന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. ഇപ്പൊ കുറച്ച് വർഷമായിട്ട് തോന്നുന്നു മനസ്സിലാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. കുട്ടികളില്ല, സാമ്പത്തിക പ്രശ്നമില്ല, പിന്നെ പിരിഞ്ഞളാം. ഓക്കെ മദൻ, ഓക്കെ ശ്യാമള, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മദൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ മ്ലാച്ച, നീ എവിടാ? തിരക്കാണോ? ഇനി എന്ത് തിരക്ക്? നീ പറയേ, തുറന്ന് പറയടാ. എടാ നമ്മുടെ മൈക്കിളില്ലേ? ഏത് മൈക്കിള്? നമ്മുടെ മാമൻ മൈക്കിള്. ഇടുക്കിയാ? അവനൊരു പത്രം പരസ്യം കൊടുത്തിട്ടുണ്ട്. ആ ഒന്ന് നിർത്തിയേ. ശ്യാമള എവിടെ പോയതാ? അവളൊരു ടൂറിന് പോയത്. മുടിഞ്ചാച്ച്. എന്തായിരിക്കും അവന്റെ ആഗമന ഉദ്ദേശം? മറ്റേതായിരിക്കോ? എന്തോന്ന് മറ്റേത്? നൊസ്റ്റാൾജിയ. ഈ കൊച്ചിലേക്കുള്ള വഴി ഏതാ? ബോർഡ് കണ്ടൂടെ ചേട്ടാ? പിന്നെ കണ്ടു. താങ്ക് യു. പോട്ടെ. ഇത്രയും പ്രായമായിട്ട് നിന്റെ ആ ബേസിക് തൊട്ടിത്തരം മാറൂലല്ലേ? ഞാനൊരു ഫെമിനിസ്റ്റ് മച്ചി. ഫെമിനിസ്റ്റ്.
ആരുടേത്? പെണ്ണാണോ? പെണ്ണല്ല സാർ, ആണാണ്. മൈക്കിൾ ജാക്സൺ, പോപ്പ് സിംഗർ. ഒരുമാതിരി ആണും പെണ്ണും കിട്ടി ശബ്ദമുള്ള അളിയാൻ നോക്കിക്കോ. ഇപ്പഴേ അവിടെ സ്റ്റാർ ആണ് മൈക്കിൾ. പയ്യൻ വലിയ ആളാവും. അളിയ നോക്ക്, ചാരൻ ചാരൻ. എക്കടാ, എന്താടാ നിന്റെ പേര്? ബഹനാൻ. എവിടെ പോണു? അച്ഛന് ചോറ് കൊടുക്കാൻ. നിന്റെ വീട് എവിടാ? അങ്ങ് മലയില്. നീയല്ലേ അച്ഛനോട് ജാതിക്കാൻ മോട്ടിച്ച ഞങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്തത്? അയ്യോ അല്ല, അച്ഛൻ നിങ്ങൾ ഓടിപ്പോണത് കണ്ടിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് വീട് വിളിക്കുന്ന നീ അച്ഛൻ്റെ അടുത്ത് പറയൂ. ഇല്ല. നിനക്ക് ബീഡി വേണോ? വേണ്ട. പേടിക്കണ്ട, വേണ്ടാനിട്ടാ. ഒരു കുഴപ്പമില്ലടാ. നീ കണ്ണി കൂടെ പുക വിടുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. വാ, അടുത്തേക്ക് വാടാ. നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കോ, കണ്ണിലേക്ക് തന്നെ നോക്കിക്കോ. ഇപ്പ വരും, ഇപ്പ വരും. വന്നല്ലോ, നിന്റെ കണ്ണിന് പുക വന്നല്ലോ. പള്ളി ചെന്ന് പറഞ്ഞു കൊടുത്താ അടുത്ത എന്റെ കണ്ണി കുത്തും. എന്താടാ പതിവില്ലാതെ പേപ്പർ മേനയായിട്ട്? ഈ ശിശിരത്തിൽ തന്നെ ഞാൻ ജലജയോടെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു. നോക്കട്ടെ. പ്രിയ സഹയാത്രികെ ജലജ. ഒരു മിനിറ്റ് നിർത്തിക്ക്. ആ ഗിറ്റാർ വാങ്ങിച്ചതിന് തലമണ്ണടിച്ചാൻ പൊട്ടിക്കും കേടാ പാട്ടി. ആയിക്കട്ടെ, ഇനി വായിച്ചോ. പ്രിയ സഹയാത്രികെ ജലജെ, അടുത്ത വർഷം നാം ഇരുവരും SSLC പാസ്സാകും. തുടർന്ന് തിരുവനന്തപുരം MG കോളേജിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിനും നീ സെക്കൻഡ് ഗ്രൂപ്പിനും പഠിക്കുമല്ലോ. പിന്നെ നല്ല മാർക്ക് വാങ്ങി എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എനിക്ക് ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജിലും അഡ്മിഷൻ കിട്ടും. കോഴ്സ് പാസ്സായി ഞാൻ ഇലക്ട്രോണിൽ കയറാം. എൻ്റെ ഹൗസ് സർജൻസി കഴിഞ്ഞാലുടൻ വിവാഹം. രണ്ടുപേരുടെയും സൗകര്യാർത്ഥം പട്ടത്ത് 2 മുറി അടുക്കള വീട്, ഒരു വിജയ് സൂപ്പർ. മതി, അത്രയും മതി. നീ ഇതെല്ലാം സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ ലവ് യു മദൻ മോഹൻ പെണ്ണെ. കലക്കിട മോനെ. അറിയാം, നാളെ തന്നെ ഇത് കൊടുക്കണം. ഏയ് വില പോവും. എടാ, ഈ ലവ് ലെറ്റേഴ്സ് കൊടുക്കുന്നേ കാമുകന്മാരല്ല, ഹംസമാണ്, ഹംസം. നീ ആ ലെറ്റർ ഇങ്ങനെ ഞാൻ ഏറ്റൂന്ന്, എല്ലാം സെറ്റാണെന്ന്. ആ എക്സ്ക്യൂസ് മീ ചലിച്ച. എന്താ രവി? മദൻ മോഹൻ തരാൻ പറഞ്ഞു. ലജ്ജ വേണ്ട ചലിച്ച, വായിച്ചോളൂ. എന്താ രവി? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറുഭാഗത്ത് എന്റെ ലെറ്റർ ഉണ്ട്. ഈസ്റ്റ് ഓർ വെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. ഐ ലവ് യു. KC രവി. കാണിച്ചു തരാടാ, വാടി.
ആരാ? മൈക്കിൾ. മയക്കിള് കക്കൂസേല. ഇങ്ങോട്ടെങ്ങാനും ഇരി. നിന്നെ പോലെ ഇരിക്കുന്നു. Madan? Ravi? 35 years. Jesus. Sit. I was taking a shower. അമ്മച്ചു പറഞ്ഞായിരുന്നു. രവി വിളിച്ചപ്പോ I really got shocked. മൈക്കിള് എപ്പോ എത്തി? 2 ദിവസമായി. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്നല്ലേ? ഡെയിലി ഇവനെ 2 ചീത്ത വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതാ കാര്യം. അല്ല, രാമനോ ആന്റണി ആരെങ്കിലും വിളിച്ചോ? നോ. നോക്കാം. മൈക്കിൾ പുറത്തെവിടെയാ? ചെക്കോസ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് ആൻഡ് സ്ലോവാക്യ എന്നിപ്പോ പറയും. മദനിപ്പോ പ്ലാനറാണ് തൃശ്ശൂരിൽ. റൗണ്ട് 11 ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഫോട്ടോഗ്രാഫറാ? നൈസ്. മദന്റെ ഫാമിലിയൊക്കെ നന്നായി പോകുന്നു. ഇന്ന് രാവിലെ ഡൈവേഴ്സ് കിട്ടിയതേ ഉള്ളൂ. അമ്മച്ചി ഒരു ചായ ഇടാം. ഓ, എനിക്കങ്ങ് മേല. അമ്മച്ചിക്ക് പ്രായമായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഇതെന്റെ സിസ്റ്ററിന്റെ ഫ്ലാറ്റാ. നമുക്ക് പുറത്തെവിടെയെങ്കിലും. എന്നാ പിന്നെ നമുക്ക് പിന്നെ ഫാം ഹൗസിലേക്ക് പോയാലെന്താ? ഇപ്പൊ പിന്നെ ഫ്രീ ആയല്ലോ. അത് നന്നായിരിക്കും. ബ്ലൂടൂത്താ? നീ ഒന്ന് പറഞ്ഞു കേട്ടാ. എന്തിനായിരുന്നു ഡിവോഴ്സ്? ഐ എം സോറി. ഞാനൊരു വിശേഷം ചോദിക്കുന്ന പോലെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. അവൾക്ക് സംശയമാടോ. നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും അവൾ ചോദിക്കും എങ്ങോട്ടാണ്, ആരുടെ കൂടെയാണെന്നൊക്കെ. ഒരു ദിവസം അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. പ്രശ്നമായി. അവിടെ തുടങ്ങിയതാ. എങ്ങനെയുണ്ട് ചെക്കോസ്ലോവാക്യ? കൊള്ളാലോ, പറയാനൊരു സുഖം. ചെക്കോസ്ലോവാക്യ. ഇറ്റ് വാസ് ഗുഡ്. എല്ലാ നാടും പോലെ കുറച്ചു കാലം താമസിച്ചു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. 30 കൊല്ലമായി അവിടെ. വൈഫും മക്കളും ഒക്കെ അവിടെയാ. വെൽ സെറ്റിൽഡ്. നിന്റെ കാര്യം? അവൻ കെട്ടിയിട്ടില്ല, ക്രോണിക് ബാച്ചിലറാ. എന്തേ? പറയാം. ഞാനിപ്പോ ഒരു കല്യാണം കഴിച്ചെന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞാ കുട്ടികളുണ്ടാവില്ലേ? ആ, അപ്പൊ എന്റെ അച്ഛനമ്മ വിചാരിക്കില്ല ഞാൻ അത്തരക്കാരനാന്ന്. എണീറ്റ് പോടാ. ചൂട് ചൂട്. നിർബന്ധിക്കരുത്. അലിയുന്ന മനസ്സാണ്. മദനെ, മദന്റെ മക്കളൊക്കെ? മക്കളില്ല. അതാ നല്ലത്. യു റിമെമ്പർ സ്കൂൾ ടൈമില് ഡാഡി ആയിരുന്നു എൻ്റെ ഹീറോ. കുറച്ചുകൂടെ വലുതായപ്പോ എനിക്ക് മനസ്സിലായി അങ്ങേരത്ര പോരാന്ന്. പിന്നെ ഫ്രണ്ട്സ് സർക്കിളിലെ
ഡാഡിയെ അഡ്രസ് ചെയ്യുമ്പോൾ കാർന്നവർ തന്തപ്പൊടിന്നൊക്കെ ചെയ്തു. എനിക്കൊരു മാനുണ്ടായപ്പോഴാണ് ഡാഡിയുടെ സ്ഥാനം എന്താണെന്ന് ഞാൻ എന്താ പറഞ്ഞേ? മോൻ വളരും തോറും ഞാൻ ഡാഡിയെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും പുള്ളി എന്നെ വിട്ടു പോയി. ഇപ്പോ ഞാൻ ഡാഡിയുടെ സ്ഥാനത്ത്, മോൻ എന്റെ സ്ഥാനത്ത്. മക്കളാരോ നല്ല പണിയൊന്നും തോന്നുന്നു. ആണടാ. ഒന്ന് പിടി. ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എല്ലാരെയും നല്ല നിലയിലെത്തിച്ചു. ഇനി എനിക്ക് എൻ്റെ ലൈഫ് വേണം. നമുക്ക് രാമനെയും ആന്റണിയും തപ്പിക്കണ്ടുപിടിക്കണം. വെൻ ഐ ലുക്ക് ബാക്ക്, ജീവിച്ചെന്ന് തോന്നുന്ന ആ കാലത്ത് മാത്രമാണ്. നമുക്ക് ഇടുക്കിക്ക് പോകണ, ഒന്നുകൂടെ സ്കൂളിൽ പോകണം, ഒന്നുകൂടെ ഇടുക്കി കൊണ്ട് വലിക്കണം. I want those days back. മതാ എന്തടാ ആലോചിക്കണം? നിനക്ക് രാമനെ അന്യം കാണണ്ടേ? പറയടാ. പോകാം. പോകും. भाई ट्रेन अड़कने ദിവസം के तलेंद मैं वरू है. हाँ जी. तुम नहीं, मैं आएगा. आलमबाग नहीं. हाँ काम करो. चलो. ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് കയറാം. മറ്റേ വണ്ടി പോയാ പോരെ? നെല്ലിക്കൽ വണ്ടി ഇത് താണ്ട. മകന്റെ വണ്ടി സഞ്ചരിക്കണ ആന്റണി ഇപ്പോഴും ഫോർട്ട് കൊച്ചി തന്നെ ഉണ്ടാവും. ചാൻസ് ഇല്ല, അന്വേഷിക്കാം. ചിലപ്പോൾ വലിയ ആളായി പോയി കാണും. Remember he had a dream of starting a karate academy, fighting without fighting. ചില നേരത്തെ അവന്റെ വർത്താനം കേട്ടാ ബ്രൂസിലി അവന്റെ അപ്പനാണെന്ന് തോന്നുന്നു. കുറെ കാലം ഞാൻ സ്പോർട്സ് പേജൊക്കെ അടിച്ചു പറക്കി വായിക്കുമായിരുന്നു. എപ്പോഴെങ്കിലും അവന്റെ ഫോട്ടോ വന്നെങ്കിലോ എന്നോർത്ത്. അഖില ഇന്ത്യ കരാട്ടെ ചാമ്പ്യൻ മലയാളി ആന്റണി ഗൊൺസാലസ്. ഞാൻ പക്ഷെ ഡെയിലി ചരമക്കോളത്തിലാണ് നോക്കാം. അവനെ മാത്രമല്ല ബാക്കിയുള്ളവരെ.
പറട്ടെ പുതിയൊരു സാധനം. ഇങ്ങോട്ട് പെട്ടെന്ന് ജലജേടൻ. ആരാടാ രവി? ആരാണെന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ അടികൊള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും. ആരാടാ രവി? ഇവനായിട്ടാ രവി? ചേട്ടായി ഒന്ന് വന്നേ. ഇവിടെ അടുത്തൊരു ആന്റണി താമസമുണ്ട്. കരാട്ടെ മാസ്റ്റർ, കരാട്ടെ 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 ആന്റണി. കരാട്ടെ മാസ്റ്റർ ആന്റണിയോ? ടോൾ ആൻഡ് ഹാൻസം, ടോൾ ആൻഡ് ഹാൻസം. നല്ല പൊക്കമുള്ള കരാട്ടെ ആന്റണി മാസ്റ്റർ. അയ്യോ, അങ്ങനെ രാവിലെ മരിച്ചു പോയല്ലോ. നാളെ പള്ളിയിൽ അടക്കാനായിട്ട് ഇപ്പൊ കൊണ്ടുപോയതേ ഉള്ളൂ. ഒന്ന് കണ്ടോട്ടെ. ഒന്നിങ്ങോട്ട് വന്നേച്ചു. എന്താ പറയുക? ഒരു മിനിറ്റ്. ഇവര് 3 പേരും ആന്റണി മാഷിന്റെ ഫ്രണ്ട്സാ. അവര് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാ. അവസാനമായിട്ടൊന്ന് കാണണമെന്ന്. അതിപ്പം പറയച്ചാ 3-4 പിടി ഇട്ടു. അയ്യോ, ഒരു മിനിറ്റ് മതിയച്ചോ. അവരൊരുപാട് ദൂരത്തുനിന്ന് വരുന്നവരാ. ഒരു നോക്ക് അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കച്ചോ. മോനെ, നീ ചാച്ചന്റെ പഴയ കമ്പനിക്കാരാ. കുറച്ച് ദൂരേന്ന് വരുവാ. അവർക്കൊന്ന് കാണണം. നീ പറഞ്ഞാൽ എടുക്കാം. ഞങ്ങളുടെ ചങ്കായിരുന്നു ആന്റണി. പൊക്കി എടുക്കച്ചോ.
പോയെന്ന് മിണ്ടരുത്. നല്ല ഇടി കിട്ടും. കൊച്ചിയാണ്. ചാച്ചന്റെ വലിയ ആഗ്രഹമായിരുന്നു യൂണിഫോം ഇട്ട് വെട്ടിക്കിടക്കണം. എപ്പോഴും പറയാറുണ്ടായിരുന്നു. ചാച്ചന്റെ കൂട്ടുകാരി വന്നേക്കണം ചാച്ചാ, നോക്ക് ചാച്ചാ. ആൾക്കാരെല്ലാം കൂടെ ചവിട്ടി കൂട്ടിയല്ലേ. ഹലോ, ഇവിടെ ആരുമില്ലേ? വാട്ടർ. Anthony Anthony Anthony, où es-tu? അവനാണോ? I think so. ഇവൻ വളർന്നു വെയിറ്ററായ. Tu étais encore en train de fumer? Non, j'avais quelque chose à faire. Ok. Si cette année Malayali veut que du thé ou du café, tu leur dis de partir. ഉറപ്പിക്കാവോ? Wait. I got a plan. Un autre jug water, mineral water. Not that. ആ കരാട്ടെ പടം ബ്രൂസ്ലി അഭിനയിച്ചു. ഒരു ടൂർണമെന്റ് ഏതോ ഐലൻഡിൽ നടക്കുന്നതല്ലേ? യെസ്, അത് തന്നെ. എന്താ അത്? What would you like to have, sir? Not that. ക്ലൈമാക്സ് ഈ കണ്ണാടിയൊക്കെ തല്ലി പൊടിച്ച് കണ്ണാടി കടവത്ത്. ഓടാ അവിടുന്ന്. Sir, order please. അതല്ല, പിന്നെ അതാ നാവിന്റെ തുമ്പിലുണ്ട്. That's Enter the Dragon, sir. 1973, directed by Robert Klaus, which is the first Chinese martial art film ever produced by a major Hollywood company, Warner Brothers. പിന്നീട് സൂപ്പർ സ്റ്റാറായ ജാക്കി ചാനും സ്റ്റണ്ട്മാനായ ഒരു ഫൈറ്റ് സീക്വൻസിൽ വരുന്നുണ്ട്. Can I take your order now, sir? Yes, 4 coffees and 1 large plate of karate Anthony Gonzalez. Oh my God! Thanks. നിനക്കൊരു മദാമേനെ ഭാര്യയായിട്ട് കിട്ടില്ലടാ, ഭാഗ്യവാൻ. ഓ, താങ്ക് യു. മലയാളം അറിയോ? Un assilago. Anthony, ne te laisse pas aller à trop de nostalgie. C'est l'heure du déjeuner, le restaurant t'attend, je ne peux pas m'en occuper toute seule. Have a nice time. Thank you. നിങ്ങളൊക്കെ ഇപ്പൊ എവിടെയാ? രവിക്ക് തൃശ്ശൂർ റൗണ്ടിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഫോട്ടോഗ്രാഫറാ? ഞാനൊരു പ്ലാനറാണ്. മൈക്കിള് എവിടെ നിന്നാണെന്ന് പറ. ഞാൻ പുറത്താ. എക്സാക്ട് സ്ഥലം പറ. ചെക്കോസ്ലോവാക്യ. ഇപ്പോ ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യ ഫാമിലിയൊക്കെ അവിടെയാ. മോന ഡേവിഡ്, മോനെ ഇതൊക്കെ പപ്പായുടെ ഫ്രണ്ട്സാ. ഹായ്. നീ ലഞ്ച് കഴിച്ചോ? Je mangerai plus tard. ഓക്കെ മോനെ, പോയിക്കോ. വരുന്ന ബൈക്ക് കഴിച്ചു. എന്താ എന്നെങ്കിലും ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമുക്ക് രാമനെ കൂടെ തപ്പിയെടുക്കണം. ഇടുക്കിക്ക് പോകണം. പഴയതുപോലെ കുറച്ച് ദിവസങ്ങൾ. What do you say? ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. 2-3 ദിവസം അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ സീസണാ, മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾ പോയി വാ. വരുന്ന വഴിക്ക് എല്ലാവരും കൂടി ഇവിടെ കയറിയാൽ മതി. ഇപ്പൊ കടയിൽ ലഞ്ച് ടൈമായി. രാമനെ കാണുമ്പോ എന്റെ അന്വേഷണം പറയാ. നീ വിളിക്ക്. ഇവിടെ പൂവത്ത് ഹോട്ടലാണ് താമസം. നാളെ പോവുള്ളൂ. ഓ, നിന്റെ കരാട്ടയൊക്കെ ഇപ്പോഴും ഉണ്ടോ? വിട്ടു ബ്രദർ. ലൈഫില് കരാട്ടെ ട്രിക്സ് ഒന്നും വർക്കൗട്ട് ആയില്ല. ആന്റണി വരുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആ മദാമയെ പേടിച്ചിട്ട്. Quite natural. അവന്റെ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലേ. ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഓടി വന്ന് എടുക്ക് പെട്ടി ഇടുക്കിക്ക് പോകാന്നൊക്കെ പറഞ്ഞാൽ അവൻ വരുമോ? ഞങ്ങൾ വന്നില്ല. അതാ ലൈഫിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും പാടില്ല എന്ന് പറയണത്. ഫ്രീ ബേഡ് ആയിരിക്കണം. ഫ്രീ ബേഡ്.
ഹലോ ഹലോ അളിയ രവി, ആൽബം കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇല്ല. എല്ലാം സെറ്റാണല്ലോ. ആ പയ്യൻ കൊണ്ട് തന്നില്ല നിനക്ക്? ഏത് പയ്യൻ? നമ്മുടെ റീബേർഡ് കുടുങ്ങി. എന്തൊരു പണിയാവ് നീ കാണിച്ചേ. നീ വെയിറ്റ് ചെയ്യ്, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. എന്താടാ ഇത്? നീ പേടിക്കണ്ട, ആൽബം ഇന്ന് തന്നെ അവൻ എന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചിരിക്കും. ശരി ശരി, ഓക്കെ. വെയിലാണല്ലോ. കണ്ട നമ്മുടെ വണ്ടിയിലെ പടം എടുക്കുന്നുണ്ട. എങ്ങനെയുണ്ട്? കിട്ടിയോ? നോക്ക് നോക്ക്. ആൻഡ്രിയ 2 ഗസ്റ്റുകളെയും കൊണ്ട് കലാമണ്ഡലം വരെ പോയി. കലാമണ്ഡലം കൊണ്ടൊരു പ്രയോജനം ഉണ്ടായത് ഇപ്പോഴാണ്. ഈ ആലപ്പുഴക്കുള്ള വഴിയാ ചേച്ചി? ഈ വഴി നേരെ പോയാൽ മതി. താങ്ക് യു, താങ്ക് യു. ബൈ. ആലപ്പുഴ എവിടെയാ രാമന്റെ വീട്? എവനറിയാം എവിടെയാടാ? എടാ, ആലപ്പുഴ ടൗൺ കഴിഞ്ഞ് കൊല്ലത്തേക്ക് പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു അപ്സര ഹോട്ടലുണ്ട്. ഉഗ്രൻ ചാള വറുത്തതും ചോറും കിട്ടും അവിടെ. അതിന്റെ ബാങ്ക് ഓപ്പോസിറ്റ് ആണ് ഇവന്റെ വീട്. പണ്ടൊരു സമ്മർ വെക്കേഷനിൽ ഞാൻ ഇവന്റെ വീട്ടിൽ പോയി. അന്ന് ഈ അപ്സര ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫിഷ് ഫ്രൈ കഴിച്ചിട്ടുണ്ട്. ഏത്? എടാ, എല്ലാവരും പറഞ്ഞത് ഇത് വലിച്ചു കഴിഞ്ഞാൽ മെമ്മറി പോകുന്നല്ലേ. ഇപ്പൊ കണ്ട എങ്ങനെയുണ്ട്? ഞാനൊന്ന് കാല് കാണിച്ചിട്ട് വരാം. എന്തോന്നടാ ഇത്? നീ എന്തിനാ വൈഫിനെ ഇത്ര പേടിക്കുന്നത്? വൈഫുള്ളതുകൊണ്ട്. ഈ അപ്സര ഹോട്ടലിന്റെ ബാങ്ക് ഓപ്പോസിറ്റ് ആണ് രാമന്റെ വീട്. എന്ത് പറ്റിയ? പ്രഭു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ഇനിയെങ്കിലും അതൊന്ന് വെളിപ്പെടുത്താമോ? എടാ മണ്ടൻ കുണാപ്പി, ഒരു സഹാവനെ കിട്ടണമെങ്കിൽ പാർട്ടി ഓഫീസിൽ പോയി തപ്പണം. ഇവനെയൊക്കെ ഏത് നേരത്ത്? വാ. ഹലോ, മതി മതി, വാ. രാജൻ എന്ന രക്തസാക്ഷിയെ പാർട്ടിക്ക് ആവശ്യമില്ല. എന്നാൽ അധികാരത്തിന്റെ കനകസിംഹാസനങ്ങളിൽ കയറിയിരിക്കുന്ന ശുംഭന്മാരെ പരിഹസിച്ചു പാടിയ ആ വിദ്യാർത്ഥിയുടെ പൊതുബോധത്തെക്കുറിച്ച് സംഘടനയ്ക്ക് അഭിമാനമുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രചരണ ഉദ്ഘാടന വേദിയിലേക്ക്, ചെറുതോണിയുടെ മണ്ണിലേക്ക് INSന്റെ പടനായകന് സുസ്വാഗതം, സുസ്വാഗതം, സുസ്വാഗതം. കേരളത്തിന്റെ വികസന ചക്രവാളങ്ങളിലേക്ക് അതിവേഗം തേരുതെളിക്കാൻ കേരളത്തിന്റെ കലിയുഗ കൃഷ്ണൻ വെളുത്ത അംബാസിഡറിൽ ഉടൻ പാഞ്ഞെത്തുന്നു. ലോകം കേൾക്കേണ്ട ഒരു ശബ്ദം. കക്കയം ക്യാമ്പിന്റെ ഭിത്തികൾക്കുള്ളിൽ വെച്ച് ചവിട്ടി അമർത്തി കളഞ്ഞ ആ കട്ടിക്കണ്ണടക്കാരന്റെ വെളുത്ത ചിരി ഇന്ന് നമ്മൾ കറുപ്പിക്കും. പതിനായിരങ്ങളുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, വിമർശനങ്ങളുടെ നടുവടിച്ചുകൊണ്ട് നേതാവിനാ ചെറുതോണിയിലേക്ക് കടന്നുവിടുകയാണ്. പതിനായിരങ്ങളുടെ മലവെള്ളപ്പാച്ചിൽ തടഞ്ഞു നിർത്തിയ കൊലുമ്പന്റെ നാട്ടുകാരാണ് നമ്മൾ.
ആരാണ് ചെറുതോണിയിലെ ഭഗത് സിംഗ്? ആരാണ് ചെറുതോണിയിലെ ഭഗത് സിംഗ്? ചോര ഞരമ്പുകളിൽ ഒഴുകാൻ മാത്രമുള്ളതല്ല, അത് ചൊരിയാനും കൂടിയുള്ളതാണ്. എഴുന്നേറ്റ് വാടാങ്ങട്. അവന്റെ ഒരു ഈങ്കുല നടക്കണ. മനസ്സിലായോ? ഓ ആ മേൽവിലാസം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് എന്ന് ചോദിച്ചാൽ മതി. ശരി, വലിയ ഉപകാരം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി.
ഈ കഥ സിനിമയ്ക്കു വേണ്ടി പടച്ചുണ്ടാക്കിയ നുണക്കഥയാണ്. ഈ സിനിമയോ ഞങ്ങളോ ലഹരി വസ്തുക്കളുടെ ഉപഭോഗം ഒരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഷണ്ടത്വത്തിലേക്കും തുടർന്ന് അകാല മരണത്തിലേക്കും മനുഷ്യനെ നയിക്കുമെന്നത് തീർച്ച. ജാഗ്രത. എടാ മാതാ, നമ്മുടെ പഴയ ജലജ ഇല്ലേ, അവള് താമസിക്കുന്ന ഇവിടെ അടുത്താ, കൈനഗിരി. നിനക്കറിയോ? അറിയാവടാ, അവളുടെ ഹസ്ബൻഡ് ശശി ഇപ്പൊ ഫോർട്ട് കൊച്ചിയിലുണ്ട്. നീ ഒറ്റ ഒരുത്തൻ കാരണോ, അല്ലെങ്കിൽ ഞാൻ അവളെ കെട്ടിയനെ. നന്നായി, ഇപ്പൊ വേർത്ത് ശശിയായില്ലേ? കാണണോ നിനക്ക്? കണ്ടേക്കാ അല്ലേ? അപ്പൊ നമ്മുടെ രാമനു ലേഡീസ് ഫസ്റ്റ്. മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ. മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജലജ. ഓട്ടപ്പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല. പൂത്തുമണം വന്നാൽ ഗുമുഗുമഗുമഗു. എടാ മാതാ, ഇതാ വീട്. എന്താ ഇപ്പൊ അവളുടെ സുന്ദരമായ ആ രൂപം നമ്മുടെ മനസ്സിലില്ലേ? അത് ചിലപ്പോ ഇല്ലാതായാലോ? ചിലപ്പോ അവള് പ്രാരാബ്ധമൊക്കെ പിടിച്ച് വയസ്സിയായി, നരച്ച്, വയറൊക്കെ ടയറായി. വേണ്ടല്ലേ, പറയണ്ട, കാണ്ട, നമുക്ക് പോവാം. ഹലോ, ഫുൾ ടാങ്ക് ഡീസൽ. രാമൻ, തെങ്ങന്തറ ഹൗസ്, ടെമ്പിൾ റോഡ്, തായങ്കരി. ആ തായങ്കരിയുടെ ഒക്കെ ഒരു ബലേ. രാമന്റെ ഛായ ഉണ്ട്. ഇതവൻ തന്നെ. മതിരെ അടിച്ചത് പൈസ കൊടുത്തോ? കൊടുത്തു വിട്ടോ. പേടിക്കണ്ട, ചെല്ലേ. പോകാല്ലേ? അച്ഛാ, എനിക്ക് ബാംഗ്ലൂർക്ക് പോണം. അച്ഛനാണെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല. വെറുതെ കഷ്ടപ്പെട്ടു പോവും. ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ചെല്ലേ. ഓ സോറി. ചിലര് പറയണത് നിന്റെ കല്യാണം ഇങ്ങനെ വൈകിയത് ജാതകദോഷം കൊണ്ടാണെന്നാ. മറ്റേലര് പറയുന്നതേ നീ തടിച്ചായതുകൊണ്ടാണെന്നാ. സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നവരുണ്ടേ. പക്ഷേ
സരസ്വതി ചേച്ചി ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല ഏട്ടാ. ചേച്ചി ചേച്ചിയുടെ ഭർത്താവിന് പരാമറ കൊടുത്ത് കൊന്നാന്നാ എല്ലാരും പറയുന്നത്. ഞാനത് വിശ്വസിച്ചില്ലല്ലോ. അതാ അതാ ആഹാ, വാ വാ. അല്ല, ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? പ്രേം അവനോ? ആ, കൊറേ നാളായി. എന്നെ പേടിച്ച് പറയാണ്ടിരിക്കായിരുന്നു. കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയാ, മഞ്ജു. ഇന്നവിടെ കല്യാണ? ആ, നാളെ വൈകുന്നേരം 2 അടിച്ചപ്പോഴത്തേക്കും എല്ലാം പുറത്തു വന്നു. പത്ത് 12 വർഷം തൊട്ടടുത്ത സീറ്റിലിരുന്നിട്ട് സാർ ഇപ്പോഴാണോ ഇത് പറയുന്നത്? ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമൊന്നുമല്ല, പക്ഷേ ഉറച്ച മനസ്സിൽ നിന്നുള്ള ഉറച്ച തീരുമാനമാണ്. മഞ്ജുവിനെ എനിക്ക് ഇഷ്ടമാണ്. സുർജിത്ത് സമ്മതിച്ചോ? അവൻ നമ്മളെയും കാത്ത് പുറത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക. പക്ഷെ നാളെ എന്നെ കെട്ടാൻ വരുന്ന പോലീസുകാരനോട് ഞാൻ എന്താ പറയാ? പോലീസുകാരെ ചതിച്ചാൽ പുണ്യം കിട്ടും. ഈ പ്രേമം എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് പോലെയാ. കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും വരും. ചിറ്റി ഇതെങ്ങോട്ടാ? എന്റെ വീട് വരെ. തന്റെ വീട് വരെ? താനാകടോ? പെട്ടെന്ന് അവരാളെ കൂട്ടിട്ട് വരും. വീട്ടമ്മയായോ? എന്തിനാ വഹിക്കുന്നേ? ടോയ്ലറ്റ് അകത്താണ്. അതിനല്ല, ഇന്ന് തേനെടുക്കുന്ന ദിവസമാണ്. തൊഴിലാളികളെല്ലാം അന്യ സംസ്ഥാനക്കാരാ. ഞാൻ ചെന്നില്ലെങ്കിൽ എല്ലാം കൊളാവും. അതുകൊണ്ടാ. എനിക്കും പറഞ്ഞാ മതിയെ. क्या कर रहा है? पानी नहीं है, हनी है हनी. നീ പോവൂലല്ലേ? ഇല്ല, കൂട്ടുകാരും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് മതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും പോവാം. ഇവിടെ എന്റെ ലോകം. ഞാൻ എങ്ങോട്ടും പോണില്ല.
क्या देख रहे? काम करो ना. കാച്ചില് കാച്ചില് ഇവിടെ വളഞ്ഞതാ. എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ എങ്ങനെ കിട്ടുവോ? കുഴപ്പമില്ല, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവനെ VS പക്ഷക്കാരാണെന്ന് തോന്നുന്നു. അതെന്താ? അത് ഇഞ്ചിയാ, വലിയ കാര്യൊന്നുമില്ല, വെറുതെ രസത്തിന്. അവിടെ പറമ്പൊക്കെ ഉണ്ടോ? എന്തേ? നല്ല വഴക്കുന്നുണ്ടായിരുന്നു. ചുറ്റി നോക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്. ചില നേരത്ത് മക്കളില്ലാന്ന് ആലോചിക്കുമ്പം വലിയ വിഷമം തോന്നും. അപ്പം ഞാനും മദനും കൂടി തൊടിയിലൊക്കെ ഇറങ്ങി നടക്കും. ഞങ്ങളെ ഹാപ്പിയാക്കാനാവും ചാമ്പയോ പേരയോ എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ടാവും. ഇടുക്കിയാ? അത്ര അളിയ, ഇത്രയും കാലം വലിച്ചിട്ട് നമ്മൾ അന്ന് വലിച്ചിരുന്ന ഇടുക്കി ഗോൾഡ് ഇല്ലേ, അതിന്റെ 10 കിലോമീറ്റർ അടുത്ത് വരുന്ന ഒരു സാധനം പോലും പിന്നെ വലിക്കാൻ പറ്റിയിട്ടില്ല. 35 വർഷമായി എന്റെ കൂടെ ഉള്ളതാ. ഈ ഫോട്ടോ ആടാ എന്നെ കടൽ കടത്തി ഇവിടം വരെ എത്തിച്ചത്. അടിച്ചപ്പൂപ്പന്താടി പോലെ ഇരിക്കണ്ടില്ലേ? See, this is what I said. രാമ, നമുക്ക് എല്ലാവർക്കും കൂടി ഇടുക്കി പോണം. I want those days back. എടാ, എനിക്കൊരാഗ്രഹം. നമ്മളെല്ലാരും കൂടെ തോട്ടത്തിൽ പോയി ഇടുക്കി കോട് വലിക്കുന്നു. Just imagine. നമുക്ക് സ്കൂളിൽ പോണം. ഷഡ്ഡിമല ഇപ്പോഴുണ്ടോ നോക്കണം. ആ വെള്ളച്ചാട്ടത്തിന് അരികിൽ പോയി കുറച്ച് സമയം എനിക്ക് ഇങ്ങനെ മൈക്കിളെ, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ 4-ാം തീയതി എനിക്ക് പാർട്ടി പ്ലീനമാ, ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തണം. സുഹൃത്തിന് ബാംഗ്ലൂർ പോണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ആൻഡ്രിയയും ബോയ്സ്. എടാ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. പഴയ പോലെ കുടിച്ചു വലിച്ചു ഇല്ലേ? ഇനിയിപ്പോ എന്താ വേണ്ടേ? പിന്നെ പഴയ പ്രായമൊന്നും അല്ല. അതാണ് പ്രശ്നം. നിങ്ങളൊക്കെ മാറിപ്പോയി, കിളവന്മാരായി. ഇരിക്കുന്ന കണ്ടില്ലേ പഴയ ആന്റണിയുടെ പ്രേതം. രാമ, വെടിയുണ്ട നെഞ്ചുകൊണ്ട് തടുത്ത നീയാണോ ഈ പറയുന്നത്? അല്ല, തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും കാണാമല്ലോ. എല്ലാരും അടുത്തടുത്ത് തന്നെയല്ലേ ഉള്ളത്. ഇല്ലടാ, ഞാൻ തിരിച്ചു പോകും. എന്റെ മാൻ എന്നെ വിളിച്ചായിരുന്നു, ഒരുപാട് സോറി പറഞ്ഞു. Now they miss me. എനിക്കും ഉണ്ട് കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ. വീട് മൈക്കിളെ, പഴയ ഫയറൊന്നും ഇല്ല ആർക്കും. അത് നീ പറയരുത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉള്ളിലെ കനൽ ഒരിക്കലും കെടില്ല. ചാരം മൂടി പോയേക്കാം, പക്ഷേ കേടില്ല. എന്നാച്ചില്ലേ, ആ തേനീച്ച കൂട്ടിച്ചെന്നൊരു ഉമ്മ കൊടുത്തിട്ട് വാ. അതെന്ത് പരിപാടിയാ? എനിക്കങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മിസ്റ്റർ കണക്കണ്ണൻ, പറ്റുമോ ഇല്ലയോ? വേണ്ടടാ, ഡേഞ്ചറാ, നല്ല കുത്തു കിട്ടും.
എനിക്ക് ഉറപ്പാ തീർച്ചയായിട്ടും ഇവനെ തേനീച്ച കുത്തിയിട്ടുണ്ട്. ഏയ് നോ നോ നോ, പറയാൻ പറ്റില്ല. തേനീച്ച കുത്തിയാൽ പോലും എക്സ്പ്രഷൻ മാറാത്ത മുഖ. നമ്മൾ ഇടുക്കിക്ക് പോകുന്നു. ആൻഡ്രിയ, hello. Anthony, où es-tu? Je suis en train de rentrer. Ça fait 2 jours que tu es parti et que le restaurant est fermé. Tu te rends compte de tous les efforts et du travail que j'investis dans cette affaire. Je te jure maintenant, si tu me laisses tomber, je fais tout brûler. I must go. Sorry. Oh shit. അപ്പൊ ഇടുക്കി ഗോൾഡോ? ബൂം. ഹലോ ഹലോ, എപ്പോ? ആന്റണിക്ക് ആക്സിഡന്റ് ആയിരുന്നു. രാമ രാമ, Please come. Thank you. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു? Nothing serious. N'allez discharge Cheyam. ഞങ്ങൾ ഇടുക്കിക്ക് പോവുകയാണ്. പിന്നെ ഈ അവസ്ഥയിൽ നിനക്കിനി ഞാനും വരാം. Et où penses-tu aller comme ça? Tu veux créer des problèmes? Ces types-là vont s'en aller tout de suite. On a notre vie à faire, nous. Susca Montana Sunateria de Monte. Mempaki Etelu per de David. Shopaxihe Kakachu on dis. Na, pidi. ആ പോയതാണ് ശരിക്കുള്ള കരാട്ടെ ആന്റണി. ഈ വരുന്നതാണ് സിസ്റ്റർ എൽസമ്മ. എടാ കരാട്ടെ, എന്താണ്? നീ എന്ത് പറഞ്ഞിട്ടാടാ അവള് നിന്നെ പോവാൻ സമ്മതിച്ചത്? ഞാൻ സിഗരറ്റ് വലി നിർത്താമെന്ന് പറഞ്ഞു.
മറ്റേ കത്തിനാർ പോയിട്ട് ഇപ്പൊ ആർച്ച് ബിഷപ്പ് വന്നു തോന്നുന്നു. എന്താ കണ്ടില്ലേ ആർച്ച്? കണ്ണി ചോരയില്ലാത്ത കോമഡി അടിക്കല്ലേ. മുള്ളുണ്ട്, സൂക്ഷിച്ച്. തേനീച്ച കുത്തിയിട്ട് അനങ്ങാത്തവനാ, പിന്നെ മുള്ളു കുത്തിയ ഓളെ നോക്കി നോക്കി. അമ്മോ, മൈക്കിളെ ഞാൻ മറ്റേ സാധനം കിട്ടിയ വിടരുത്, പിടിച്ചോണം. ഏത്? നൊസ്റ്റാൾജിയ. നമുക്കിനി കാണാൻ പറ്റുമോ? Hey guys, don't you feel it like our school days? ഇവിടെ സിഗ്നൽ തീരെ കിട്ടുന്നില്ലല്ലോ. ബുൾഷിറ്റ്. കുഴപ്പമില്ലെന്നേ, നമുക്ക് നമ്മുടെ പഴയ സ്ഥിരം പ്ലേസിലേക്ക് പോവാം. നിനക്ക് ഞാൻ മേടിച്ചു തരും നിന്റെ മറ്റേ സാധനം. ചേട്ടാ, കൊലുമ്പുംപാറയ്ക്ക് പോണം, ഒന്ന് തുറന്നു തരാമോ? പെർമിഷൻ ഇല്ലാതെ കയറ്റിവിടാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഫോറസ്റ്റിന്റെ സ്ഥലമാണേ. 10 കിലോമീറ്റർ ഡാമിന്റെ ചുറ്റളവിൽ പോകാൻ പറ്റില്ല. പിന്നെ പാർലമെന്റിൽ കയറി തീവ്രവാദികൾ കബഡി കളിക്കുന്നു, പിന്നെയാണ് ഇതൊന്ന് പോടോ. താണെന്നിന് എന്നെ വേഗം കയറണ. പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? മദൻ, എന്തേ? ഒന്ന് തുറക്കാൻ പറഞ്ഞ തുറന്നൂടെ? എന്താ എന്താ? അല്ല, മനസ്സിലായിട്ട് ചോദിക്കാണ്. ഒന്ന് തുറക്കാൻ പറഞ്ഞ തുറന്നൂടെ? അല്ല പിന്നെ ആർക്കിട്ടെന്ന് വിചാരിച്ച് എന്താ പറയാ? അയ്യോ ഇങ്ങോട്ട് എടാ സദാനന്ദ കഴുതേ, 10-15 കൊല്ലമായില്ലടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇവൻ നിന്നെ പറ്റിക്കുകയാണ്. ഇതുവരെ നിനക്കത് മനസ്സിലായില്ലേ? നിന്റെ കല്യാണ ആൽബം തൊലഞ്ഞടാ മണ്ട. എന്നാ പിടി. എടിയേ, ആൽബം എടാ ആന്റണി, വരുവാടാ. വരും, ഉറപ്പായിട്ടും വരും. എടാ, നിന്റെ മോൻ നിന്നെ വിളിച്ച് സോറി പറഞ്ഞോ? നിനക്ക് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറയണം. എന്റെ പരിചയത്തില് 2 അനാഥ കുട്ടികളുണ്ട്. ഇവിടെ ദാ വരുന്നു.
ആരത്? മിണ്ടല്ലേ? കഞ്ചാവാണെന്ന് തോന്നുന്നുണ്ടാ. ആണാ? ആ പാറമേലൊക്കെ കോറി വരച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി ഇവിടെ പതിവുകാരോ ഉണ്ടെന്ന്. വാ ഇത് കഞ്ചാവല്ലേ? ഇതൊരു ചെടിയാ, നമ്മളെ തുളസിയെ കൂട്ട്. കുരുയിട്ട് മുളപ്പിച്ച പതുക്കെ വലുതാകും, ഇലകൾ വരും. ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് പൊൻകതിരുകളുണ്ടാവും. നമ്മൾ നാട്ടുകാർ കൃഷിക്കാര് നീലച്ചടയെന്നൊക്കെ പറയും. ചൂടുകാലത്ത് ഗോവയിൽ നിന്നും മല കയറി ഇടുക്കിയിലെത്തുന്ന ഇവരെ പോലുള്ളവർ ഇതിന് വേറൊരു പേരാ വിളിക്കുക. ഇടുക്കി ഗോൾഡ്. ഇവർ ഡബിൾ കട്ടിങ്ങിൽ സാധനം വാങ്ങാൻ വരും. നമ്മൾ ഇവരെ വല്ല കൊലുമ്പൻ പാറയിലോ കല്യാണത്തണ്ടിലോ പാൽക്കുളമേട്ടിലോ മേയാൻ വിടും. വേണ്ട. നിങ്ങളിവിടെ ചാരായം കുടിക്കുക വന്നവരല്ലേ? അത് മനുഷ്യനുണ്ടാക്കിയത്, ഇത് ദൈവവും. നിങ്ങൾ ആര് വിശ്വസിക്കും? ഞങ്ങൾ ഇതുവരെ ഇത് വലിച്ചിട്ടില്ല. There is always a first time. ആ കാണുന്ന പാറയിൽ നിന്നാണ് കൊലുമ്പമുത്തൻ സായിപ്പിന് ഡാം പണിയാൻ സ്ഥാനം കാണിച്ചു കൊടുത്തത്. തുടങ്ങാൻ ഇതിലും പറ്റിയ സ്ഥലം വേറെയില്ല. ഭാഗ്യവാന്മാർ. ആ ജോണേ, വിളവൊക്കെ എങ്ങനെയാ? ഓ എന്നാ പറയാനാ, കോടിറങ്ങി കിടക്കുക. എന്നതാ കാര്യം? ചേട്ടനെ പിന്നെ കണ്ടില്ല, സാധനം തീർന്നായിരുന്നേ. ജാഥയായിട്ട് നീ വന്നേക്കരുത്, സാധനം പയ്യും കൊണ്ടുതരും കേട്ടോ. എടാ മതാ, ഒരു ബീഡി എങ്കിലും എന്താടാ? ബീഡിയോ ഇല്ലടാ. അതുമില്ലേ? പുല്ല്. എന്താ ഐറ്റം? ജോണ് കൊടുത്തുവിട്ടാണ്.
എടാ രാമ, എടാ അതാ സാധനം എടുത്ത് മാറ്റി. ഓക്കെല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ. മക്കളെ, നിങ്ങൾക്ക് വല്ല വെളിവുണ്ടോ? കാട്ടിലും പാറയിലും കയറിയിരുന്ന് കുമുകുമാന്ന് പോച്ച് തള്ളുമ്പോ നിങ്ങളുടെ വീട്ടിലെ അപ്പനെയും അമ്മയും കുറിച്ച് ഓർക്കാറുണ്ടോ നിങ്ങള്? ഇതിനൊക്കെ എന്നതാ മാഷേ പറയാ? പ്രായം എന്നതാടാ? ആ പാത്രം എടുക്കാൻ. നിങ്ങളെ ഇവിടെ നിർത്തി പഠിപ്പിച്ച് നന്നാക്കാമെന്ന വിശ്വാസം എനിക്കോ ഈ സ്ഥാപനത്തിനോ ഇല്ല. എല്ലാവരുടെയും വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്, അവർ വരും. Go. Pack your bags. Michael, what happened to you? Pack your disgraceful. നമ്മള് ടി സി ഒന്ന് പറഞ്ഞു വിട്ടടാ. ആ കാലമാടിനൊരു അവസരം നിന്നാ പോരെ, നമ്മള് നന്നാവൂലേ? അച്ഛൻ വന്ന എന്നെ വെട്ടിക്കൊല്ലു. എന്നെ പിടിച്ച് തോട്ടത്തിലെ പണിക്ക് നിർത്തും. അതൊന്നുമല്ലടാ, നമുക്കിനി കാണാൻ പറ്റുമോ? നമ്മളെ ഒറ്റിക്കൊടുത്തവനെ വിടരുത്.
രവി ഈ പറയുന്നത് വലുതും കാര്യമായിട്ടാണോ? ഏത്? ആ തോട്ടത്തിന്റെ കാര്യം. അതേടാ, അവൻ എന്റെ ആളെ തപ്പി പോയിക്കല്ലേ. രാമ, നമ്മൾ പോവാന്ന് പറഞ്ഞതല്ലേ? അതൊക്കെ അവന്റെ വെറുതെ റൊമാൻറ്റിക് വട്ടുകളല്ലേ. എല്ലാരും സമ്മതിച്ചതല്ലേ? എടാ മാതാ, നീ പണ്ട് പോലെ കിറുക്കനെ സപ്പോർട്ട് ഇട്ടാ അവനിങ്ങനെ വഷളായത്, അനാകൃഷ്ടായത്. അവൻ എന്താ കുഴപ്പം? അവൻ ഹാപ്പി അല്ലേ? വാ വാ, കേറി വാ. ആളെ കിട്ടി, എല്ലാം സെറ്റാണ്. മീറ്റ് മിസ്റ്റർ മുരുകൻ. ജീപ്പ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, കുറെ ദൂരം കാട്ടുവഴിയാണ്, പിന്നെ കുറച്ചു ദൂരം നടന്നാൽ മതി. ഇവിടുന്ന് ആരും വരുന്നില്ലെന്ന്. ക്യാൻസൽഡ്. എടാ, ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലടാ. എടാ, എന്തൊക്കെ സംഭവിച്ചിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ ഒന്നിച്ചു കൂടിയത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇടുക്കി കൊണ്ടാ. നീ ഞാനും ശ്വാസം പോലെ പങ്കുവച്ചിരുന്ന സ്വർണ്ണപ്പുക. ശിവ മുതൽ ചെഗ്വര വരെ വലിച്ചിരുന്ന പുക. നിങ്ങളാരും മേച്ചന്റെ ഫ്രണ്ട് അല്ലടാ, അവരൊക്കെ ചത്തുപോയി. പോടാ. പന്നിപ്പ ചത്താനെ. രാമ, ഒന്ന് പോടാ. ഇത് പൊതുങ്ങ തോന്നണ മിണ്ടാതിരിടാ. അത് ഡ്രൈവർക്കറിയാം, ഡ്രൈവർ എക്സ്പീരിയൻസ് ഉണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കും. പേടിക്കണ്ട പേടിക്കണ്ട, യൂഷ്വൽ സാർ, യൂഷ്വൽ. എന്തായി? എത്തി സാർ. രണ്ടാമത്തെ വളവിൽ നിർത്തി ഇറങ്ങണം, നടക്കണം. ഇപ്പൊ പോകത്തില്ല. ഇപ്പൊ എത്തും. എവിടെ? യൂഷ്വൽ സാർ, പേടിക്കണ്ട. ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ചു നേരം ഇരുന്നാൽ മതി, സാധനം പൊക്കോളൂ. യൂഷ്വൽ സാർ. ഓ മൈ ഗോഡ്. പേടിക്കണ്ട, യൂഷ്വൽ സാർ, യൂഷ്വൽ. പേടിക്കണ്ട. ലൈറ്റ് ഓഫ് ചെയ്തെന്നല്ലേ? ഓഫ് ചെയ്യണം. എടാ, ഓഫ് ചെയ്യണമെന്നാ, ഓണാക്കരുത്. അങ്ങനല്ലേ? വർത്തമാനം പറയാതിരിക്കാൻ. ഓഫ് ചെയ്യണ്ടേ? ലൈറ്റ് ഓൺ ചെയ്യൂ. പേടിക്കണ്ട സാർ.
എങ്ങോട്ടാ? ടൂറിസ്റ്റുകളാ തോട്ടം കാണാൻ വേണ്ടി വന്നതാ. മാതാ നോക്കിയ ഇവരെന്നെ വെട്ടിടാ. എന്തിനാ ഇവരോട് നമ്മൾ തോട്ടം കാണാൻ വന്നാന്ന് പറയടാ. നീയോ നമ്മളൊരാളെ മറന്നു. ബഹനാനെ ഇത് അവന്റെ തോട്ടമാണ്. അവന് നമ്മളെ മനസ്സിലായി. We are trapped.
വെറുതെ ഇരിക്കുകയാണ് ഇറങ്ങിയതാ, വേറെ ഒന്നുമില്ല. എന്നെ പറഞ്ഞില്ലേ, വെളിവില്ലാത്ത പ്രായത്തിൽ പറ്റിയ ഒരു അബദ്ധമാണ്. ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറരുത്. കുടുംബമൊക്കെ ഉള്ളതാ, ഉപദ്രവിക്കരുത്. നിങ്ങൾ പോയിക്കൊള്ളാം. മൈക്കിളിന് ഒന്നും പറയാനില്ലേ? ബഹനാന് പഴയ പകയൊന്നും ഇല്ലല്ലോ. ഉണ്ട്. പകയും വേദനയും സങ്കടമൊക്കെയുള്ള ഒരു സാധാരണ ഇടുക്കിക്കാരനാണ് ഞാൻ. ഒന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് നിങ്ങൾ സ്കൂളിൽ നിന്ന് പോയി കുറെ നാൾ കഴിഞ്ഞാണ് ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാറായത്. ഉരുളുപൊട്ടലില് അപ്പനും അമ്മയും കൂടി ഒലിച്ചു പോയ പയ്യന് ഇത്തിരി സ്നേഹവും ചോറും തന്നു തന്ന പള്ളിയിലെ സൈമൻ അച്ഛനായിരുന്നു. നിങ്ങൾക്ക് കഞ്ചാവ് തന്നതിന് അച്ഛനും എന്നെ കൈവിട്ടു. ഞാൻ വീണ്ടും ഒറ്റക്കായി. അപ്പന്റെ കൂട്ടുകാരൻ ജോണിന്റെ കൂടെ മല കയറി കൃഷിക്കാരനായി. കൊല്ലങ്ങളെടുത്തു പിന്നെയൊന്ന് മലയിറങ്ങാൻ, ആ ഒറ്റപ്പെടുത്തി നിന്ന് രക്ഷപ്പെടാൻ. നിങ്ങൾ തന്ന ആഴത്തിലുള്ള പൊറുക്കാത്ത മുറിവുകൾ ഈ ശരീരത്തിന് മനസ്സിലും ഇപ്പോഴുണ്ട്. ഇന്ന് എന്റെ ദിവസമാണ്. മൈക്കിൾ ഓർക്കണ്ടോ, ഞാൻ ഒരു പാവമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് കാട്ടിലും വെള്ളക്കുത്തിലും ചിരിച്ചു പാടി നടക്കുന്ന കണ്ടപ്പോഴാണ് എനിക്കും കൂട്ടുകാർ വേണമെന്ന് തോന്നിപ്പോയത്. എന്നെ എന്തെങ്കിലും ഒരിക്കൽ വിളിച്ചു കൂടിയിരുത്തുന്ന നാശിച്ചു കിടന്ന മണ്ടനായിരുന്നു ഞാൻ. നിങ്ങളായിട്ടൊന്നും കൂട്ടാകാനാ ഇഷ്ടമില്ലെങ്കിലും ജോൺ പറഞ്ഞിട്ട് അന്നാ പുതിയ ഞാൻ അവിടെ കൊണ്ടു തന്നെ. പക്ഷേ അതെനിക്ക് സങ്കടം മാത്രമാണ് തന്നത്. തോട്ടത്തിൽപ്പെട്ടവരെ പുറത്തു പോകുന്ന രീതി ഇവിടെയില്ല. നിങ്ങളിൽ ആരോ അന്നടിച്ചു കാട്ടി എന്റെ ഒരു കണ്ണീരിട്ടിലാക്കി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ തെറ്റില്ല. വദന, നെഞ്ചിലൂടെ പോകരുന്ന് നീ കണ്ടിട്ടുണ്ടോ? മോനെ ഒന്ന് പറയടാ. അപ്പ നിങ്ങളെ ഒന്നും ചെയ്യില്ല, നിങ്ങളെ വലിയ കാര്യ. താങ്ക് യു ബഹു.
ഒരിക്കൽ തിരിച്ചു വരുമെന്ന്. നിങ്ങൾ പങ്കുവച്ചിരുന്ന സൗഹൃദം എവിടെയായിരുന്നാലും ഈ മല കയറ്റി നിങ്ങൾ ഇടുക്കി കൊണ്ടുവരുമെന്ന്. വേണ്ടടാ. ഇടുക്കി ഗോൾഡ് നമുക്ക് കിട്ടിയടാ. ഇവനെ കെട്ടിപ്പിടിച്ചു നിന്നപ്പോ കിട്ടിയ ഹൈയൊന്നും ഇനി എവിടുന്ന് കിട്ടില്ല. ചെല്ല. വേണമെങ്കിൽ 2 കതിര് പൊട്ടിച്ചോടാ. ഏയ് എന്തിന്? ഇതൊരു ചെടി, നമ്മുടെ ചൊറിയണൊക്കെ പോലെ. അങ്ങനെ തന്റെ 55-ാം വയസ്സിൽ ചെക്കോസ്ലോവാക്യക്കാരൻ മൈക്കിളിനെ ഇടുക്കിക്കാരൻ ബെഹനാൻ ഒരു പാഠം കൂടെ പഠിപ്പിച്ചു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് യു ആർ വിത്ത്.